പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 7-ാം അധ്യായം 15 മുതൽ 20 വരെയുള്ള തിരുവചനങ്ങൾ. അക്കാലത്ത് യേശു തന്റെ ശിഷ്യന്മാരോട് അരുൾ ചെയ്തു, ആടുകളുടെ വേഷത്തിൽ വരുന്ന വ്യാജ പ്രവാചകന്മാരെ സൂക്ഷിച്ചുകൊള്ളുവിൻ. ഉള്ളിൽ അവർ കടിച്ചു ചിന്തുന്ന ചെന്നായ്ക്കളാണ്. ഫലങ്ങളിൽ നിന്നും അവരെ മനസ്സിലാക്കാം. മുൾച്ചെടിയിൽ നിന്നും മുന്തിരിപ്പഴമോ ഞെരഞ്ഞിലിൽ നിന്നും അത്തിപ്പഴമോ പറിക്കാറുണ്ടോ? നല്ല വൃക്ഷം നല്ല ഫലം, ചീത്ത വൃക്ഷം ചീത്ത ഫലവും നൽകുന്നു. നല്ല വൃക്ഷത്തിന് ചീത്ത ഫലങ്ങളോ ചീത്ത വൃക്ഷത്തിന് നല്ല ഫലങ്ങളോ പുറപ്പെടുവിക്കുവാൻ സാധിക്കുകയില്ല. നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷമെല്ലാം വെട്ടി തീയിലെറിയപ്പെടും. അവരുടെ ഫലങ്ങളിൽ നിന്നും നിങ്ങൾ അവരെ അറിയും. ഈ വചനഭാഗത്തിലൂടെ യേശു നമ്മെ ഓർമ്മപ്പെടുത്തി തരുന്നത്, നമ്മുടെ ചിന്തകളെയും വാക്കുകളെയും പ്രവർത്തനങ്ങളൊക്കെയും നമ്മൾക്കൊന്ന് പരിശോധിച്ച് നോക്കാം. നമ്മുടെ ഉള്ളെന്താണെന്നുള്ളത്, നാം എന്താണെന്നുള്ളത് ദൈവം നമ്മൾക്ക് മനസ്സിലാക്കി തരും. നമ്മുടെ പ്രവർത്തികളിൽ നിന്നും നമ്മളെ മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് യേശു പറയുമ്പോഴും, നല്ല വൃക്ഷത്തിന് മാത്രമേ നല്ല ഫലം പുറപ്പെടുവിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അതിനാൽ നമ്മുടെ ചിന്തകളെയും വാക്കുകളെയും പ്രവർത്തനങ്ങളൊക്കെയും നമ്മൾ നന്മയിലൂടെ നയിക്കാം. അങ്ങനെയാകുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നതും പറയുന്നതും ചെയ്യുന്നതൊക്കെയും നന്മ പ്രവർത്തനങ്ങളായിരിക്കും, മറ്റുള്ളവരെ സ്വാധീനിക്കുന്നതായിരിക്കും, മറ്റുള്ളവരെ മുറിപ്പെടുത്തുന്നതാവുകയില്ല. മറ്റുള്ളവർക്ക് നല്ല മാതൃക നിറഞ്ഞ ജീവിതം കാഴ്ചവെക്കാം. അതിലൂടെ അനേകം ആത്മാക്കളെ സ്വർഗത്തിന് വേണ്ടി നേടിയെടുക്കുകയും ചെയ്യാം. അതിനായിട്ടുള്ള കൃപാവരങ്ങൾ പിതാവായ ദൈവം നമ്മൾക്ക് ഓരോരുത്തർക്കും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.